അപ്പോൾ ഗായ്സ് ഇന്നത്തെ നമ്മുടെ ഫ്ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് ലൈറ്റ് എന്ന് പറയും. ഫുഡ് ലൈറ്റ് എന്താ ഈ ലൈറ്റ്, ഈ നീല ലൈറ്റ് ഉണ്ട്. നിങ്ങൾ വിളിച്ചത് ഞാൻ കാണൂല. ഈ നീല ലൈറ്റ് മാറ്റിയിട്ട് നമുക്ക് എന്താ പറയുക റിമോട്ടിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു RGB ടൈപ്പ് ലൈറ്റ് സെറ്റിംഗ്. ഇത് ജസ്റ്റ് ഒരു സിംഗിൾ ലൈറ്റാണ്. ഒരു 10 രൂപ 20 രൂപയുടെ ലൈറ്റിനുള്ളൂ. വെച്ചിട്ട് ഒരു സിംഗിൾ കളർ മാത്രം ചെയ്തതാണ്. അപ്പം സാധനം എൻ്റെ പുറകിലുണ്ട്, അവിടെ കാണാമെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഈ സിംഗിൾ ലൈറ്റ് മാറ്റിയിട്ട് നമുക്ക് RGB കളർ കയറ്റാനാണ് ഇപ്പം പോകുന്നത്. ഓരോന്നോരോന്നായി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അടിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ മഴയും പെയ്ത എൻ്റെ ഇടയിൽ നിന്ന്. അപ്പോൾ ഒന്ന് ഫിറ്റ് ചെയ്തു. ഇതാ ഇത് ഒന്നുണ്ട് അടിയിലായിട്ട്. ഇനിയിപ്പോൾ ഈ കാണുന്നത് നേരെ ബാക്കിലോട്ടേക്ക് പോകണം. അത് ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്ത് ഉള്ളിൽ കൂടെ ഇങ്ങനെ സാധനം പോകും. ഗൈസ് അങ്ങനെ ഫുഡ് ലൈറ്റ് ചെയ്ത് നമ്മൾ കാറിൻ്റെ അകത്ത് ഇൻറ്റീരിയർ ഫുഡ് ലൈറ്റ് കാണുന്നുണ്ടെന്നല്ല ഓണാക്കി തരാം. ചെറിയൊരു വെളിച്ചം കാണാം അല്ലേ. നിലവിൽ ചെയ്തിട്ടുണ്ട്. ഇതിന് കുറേ മോഡ്സും കാര്യങ്ങളും എന്താ പറയുക കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 7 ലൈറ്റ്സോളം വരുന്നുണ്ട്. ഇത് എനിക്ക് നല്ലൊരു ഓഫർ പ്രൈസിന് കിട്ടിയ സാധനം. എന്തായാലും നൈറ്റ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഒന്നുകൂടി നിങ്ങൾക്ക് രാത്രി കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ രാവിലെ നമ്മൾ ഫുഡ് ലൈറ്റ് സെറ്റ് ചെയ്യാൻ പോയി. ഇപ്പോൾ രാത്രി നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ റിമോട്ട്. ഇതാണ് റിമോട്ട്. ഇതിലിപ്പം നമുക്ക് ഓൺ ഓഫ് അതേപോലെ തന്നെ 7 കളറും വരുന്നുണ്ട്. അതേപോലെ തന്നെ ആ കളറിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറക്കാനുള്ളതുകൊണ്ട്. അതേപോലെ തന്നെ ഈ ജമ്പ് എന്ന് പറഞ്ഞത് എന്താ പറയുക ഓരോ കളറിൽ നിന്നും ആ ഒരു എന്താ പറയുക ജമ്പിങ് സ്പീഡില്ലേ, ഓരോ കളറിലുള്ള ട്രാൻസിഷനാണ് ജമ്പ് എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഇത് എന്താ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കില്ല. ചോപ്പ് 1 2 3 4 ഇത് ഈ പെർപ്പിളൊക്കെ ഇങ്ങനെ ഓഫായി പോകും. എന്താ നിങ്ങൾക്ക് അറിയില്ല, മനസ്സിലായിട്ടില്ല. സി നമുക്കൊന്ന് ഓണാക്കി നോക്കാം അല്ലേ. ഇതാണ് പരിപാടി. ഇങ്ങനെയാണ് സംഭവം. 2 ഭാഗത്തും അതേപോലെ തന്നെ ബാക്കിലുമുണ്ട്. ബാക്കിൽ 2 ഭാഗത്തുണ്ട്. എൻ്റെ മുന്നേ ഉണ്ടായിരുന്ന കാണിച്ചത് തിരി ഒരു ബ്ലൂ കളർ മാത്രമായിരുന്നു. ഇതിപ്പോൾ നമുക്ക് 7 കളർ വെറൈറ്റീസ് നമുക്കിതിൽ കിട്ടി. 7 കളർ കിട്ടി. 7 കളർ അതിൽ ഇപ്പോൾ റെഡ്, ഗ്രീന്, അതേപോലെ തന്നെ ബ്ലൂ, പിന്നെ വൈറ്റാണ് രസമുണ്ട് കാണാൻ, ക്ലാസ് കളറാണ്. അതേപോലെ തന്നെ ഓറഞ്ച്, യെല്ലോ, പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് കളറാണ്. ഇതിൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിയാൻ എന്നാണ് ഇതിലുള്ളത്. പക്ഷെ ഞാനിതിന് പറയാം അക്വ ബ്ലൂ എന്ന് പറയും. നമ്മൾ ഓഷ്യനിലുള്ള കളർ അല്ലേ, അക്വ ബ്ലൂ കളർ എന്ന് പറയും. പിന്നെ പേർപ്പിൾ. പിന്നെ വരുന്നത് ജമ്പ്. ഇതിങ്ങനെ കളർ ഓരോരോ ട്രാൻസിഷൻ ഓരോരോ ഇങ്ങനെ മാറിക്കൊണ്ട് നിൽക്കും. ലൈക്ക് ഒരു RGB പോലെ ഇങ്ങനെ കളർ മാറിക്കൊണ്ട് നിൽക്കും. പിന്നെ ജമ്പ് 2 സെയിം അതന്നെ, ഓരോരോ കളർ ഇങ്ങനെ മാറിക്കൊണ്ട് നിൽക്കും. ലൈക്ക് ജമ്പ് 2 ഇതാണ് ജമ്പ് 2. പിന്നെ ഉള്ളത് ഫെയ്ഡ്. ഇങ്ങനെ കളർ ഫെയ്ഡായി അടുത്ത കളറിലേക്ക് വരുന്നതാണ് ഫെയ്ഡ് എന്ന് പറയുന്നത്. പിന്നെ ഫെയ്ഡ് 7. പിന്നെ ഈ കണ്ടെങ്കിൽ ഈ താഴത്തത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വിശ്വാസം ശരിയാണ്, ഈ പാട്ടിനനുസരിച്ചിട്ട് ബീറ്റ് വരുന്നതാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ ജസ്റ്റ് പ്രിസെറ്റ് പോലെ എന്താ പറയുക ഓരോ കളറും ഇങ്ങനെ ഫ്ലാഷിങ് പോലെയൊക്കെ ആക്കി വെച്ചുള്ള സംഭവം എനിക്ക് തോന്നുന്നതായിരിക്കാം. അതന്നെ ഇതും ഒരു ഫെയ്ഡ് പോലെ തന്നെ ഓരോ കളറും പെട്ടെന്ന് വരും. പിന്നെ ഒന്ന് നോക്കിയാൽ മതി, ചില കളറ് എന്താ പറയുക മിന്നി സ്പീഡിൽ മിന്നുന്ന പോലെ ഉണ്ടാവും. സ്പീഡിൽ മിന്നുന്ന പോലെ നോക്കിക്കോ. അത് എനിക്ക് തോന്നി ഇത് സ്ലോ ഉള്ള ഫെയ്ഡാന്ന് തോന്നുന്നു. ചിലത് എന്താ പറയുക പാട്ട് വെച്ച് കഴിഞ്ഞാൽ ആ പാട്ടിൻ്റെ ഈണത്തിൽ ഇപ്പോൾ ഇങ്ങനെ കാണിക്കുക, കോപ്പിറൈറ്റ് വരുമല്ലോ. പാട്ടിൻ്റെ ഈണത്തിൽ ഇങ്ങനെ ടക്ക് 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 എന്ന് പറഞ്ഞിട്ട് ഓരോരോ ആ പാട്ടിൻ്റെ ബീറ്റ് ഉണ്ടാവില്ല, ആ ബീറ്റിനനുസരിച്ചിട്ട് ഇതും കളറ് ഇങ്ങനെ പെട്ടെന്ന് മാറിക്കളിക്കും. ഇതും അതന്നെ സെയിം. ഇതിലും സ്റ്റാർട്ടിങ് സെയിം അതന്നെ. പിന്നെ ഈ കാണണ്ടല്ലോ ഈ ഒരു ഫോക്കസ് കിട്ടുന്നില്ലല്ലോ. ഈ പച്ചയിൽ ഈ 4ാമത്തില്ല പർപ്പിൾ, ഇതൊക്കെ കഴിഞ്ഞാൽ ഫ്ലാഷ് അടിച്ച് പിന്നെ ഓഫായി പോകും. എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ആ പാട്ട് വന്നാലായിരിക്കും അതിൻ്റെ പ്രോപ്പറായിട്ട് കാണാമെന്നുള്ളത്. അപ്പം ഇപ്പോൾ ഗായ്സ് ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക റെഡ് വേറെ തന്നെ മൂടാണ് കേട്ടോ കാണാൻ. എന്താ പറയുക വേറെ തന്നെ മൂടാണ് കാണാൻ. നിങ്ങൾക്ക് പക്ഷേ മിന്നൽ പോലെ ഉണ്ടാവും സത്യം പറഞ്ഞാൽ.
അത് നമ്മുടെ എന്താ പറയുക അതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടും കഴിഞ്ഞാൽ ലിമിറ്റ് എത്തി എന്ന് അറിയിക്കേണ്ടിയിട്ടാണ്, ഇനി പറ്റൂല ഇത്ര ബ്രൈറ്റ്നസ്സുള്ള മാക്സിമം അറിയിക്കേണ്ടിയിട്ടാണ് ആ ഒരു ഫ്ലാഷിംഗ് ലൈറ്റ് വരുന്നത്. അതേപോലെ തന്നെ ഡിമ്മിലും വരും. അങ്ങനെ പക്കയാണ്, നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് എന്താ പറയുക, ഞാൻ 20 രൂപയുടെ സാധനത്തിൽ നിന്ന് എനിക്ക് ഓഫറിൽ മുന്നേ ഉണ്ടായത് ഒരു ബ്ലൂ കളർ മാത്രം, ഈ കളർ പോലെ ബ്ലൂ ഉണ്ടായത്. പിന്നെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഇത് സാധനം ഓഫറിൽ കണ്ടപ്പോൾ ഞാൻ പുറത്ത് ആക്സസറി കട ചോദിച്ച സമയത്ത് ഇതിന് 1500-2000 രൂപ പറഞ്ഞത്. മേ ബി ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാവാം സാധനത്തിന്. അപ്പോൾ എനിക്ക് അത്ര ബഡ്ജറ്റ് പോകാൻ പറ്റൂല. അപ്പോൾ ഞാനിത് ഓൺലൈനിൽ കണ്ടപ്പോൾ അറൗണ്ട് ഒരു 450 റുപ്യക്ക് എനിക്ക് ഡെലിവറി ചാർജിലും കൂടി 450 റുപ്യക്ക് 450 എനിക്ക് സാധനം കിട്ടി. ഇവിടുന്ന് സാധനം വെച്ചു അറൗണ്ട് ഒരു 450, 500, 600, 700, 750ക്ക് എനിക്ക് സാധനം കിട്ടി. 1500 സാധനം എനിക്ക് ഏകദേശം ഒരു 750 കിട്ടി. നമ്മൾ ബഡ്ജറ്റായിട്ട് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ചെറിയ കാര്യങ്ങൾ മാക്സിമം നമുക്ക് നല്ല ക്വാളിറ്റിയിലും അതേപോലെ തന്നെ എന്താ പറയുക നല്ല ക്വാളിറ്റിയിലും അതേപോലെ തന്നെ ഒരു അഫോർഡബിൾ പ്രൈസിലും കിട്ടിയാലും ഓക്കെയാണ്. 1500 എക്സ്പെൻസ് താങ്കളുടെ ആൾക്കാരുണ്ടാവേ. പക്ഷേ എനിക്കെന്തോ അത്രയും പൈസ കൊടുത്തിട്ട് ഇത് ചെയ്യാമെന്നുള്ളൊരു മടി. പിന്നെ നമുക്ക് കളർ എത്തിയാൽ പോരെ, അത് വേറെ വിഷയം. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ഫുട് ലൈറ്റ് സെറ്റിംഗ്. ഫുട് ലൈറ്റ് ഒഫീഷ്യലി കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ച് ബാക്കിലും ഉണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിലും ഉണ്ട്. വണ്ടിയുടെ ഓവറോൾ ആംബിയൻസ് ടോട്ടലി ചേഞ്ചാണ്. ഇങ്ങനെ ഇവിടുന്ന് കാണുമ്പോൾ തന്നെ വേറെ തന്നെ ഫീലാണ്. ഇത് ബാക്കിൽ നിന്ന് കാണുമ്പോൾ തന്നെ വേറെ തന്നെ ഒരു ഫീലാണ്. ഉണ്ടോ, നല്ല രസമിലാണ്. അതേപോലെ തന്നെ ഇതിപ്പം ഫെയ്ഡാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് കുറച്ച് പ്രശ്നമാണ്. സാധനം കത്തി രസമിലാണ്. ഇവിടെ നോക്കുമ്പോൾ പക്കയല്ലേ, എന്തോ എനിക്കിഷ്ടമായി. ഒരു ഫുട് ലൈറ്റ് ഇത് വെച്ചത് വെർത്താട്ടോ. ഈ സാധനം വെച്ചത് പക്ക വെർത്താണ്. കാരണം ഇതൊക്കെയാണ് നമ്മുടെ ഹാപ്പിനെസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഏതാ പോലെ മഴ. ഇനി അടുത്ത സെറ്റാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു മഡ് ഫ്ലാപ്പ് വരുന്നുണ്ട് ബാക്കിൽ. ഈ ചളി വല്ലാണ്ട് ധരിക്കുന്നത് കാണാൻ നല്ല ലുക്കാണ് മഡ് ഫ്ലാപ്പൊക്കെ ഇല്ലാണ്ട്, പക്ഷേ അത് വെക്കണം. ഇനി അടുത്തത് മഡ് ഫ്ലാപ്പ് ഇതിന് സെറ്റാക്കണം, അതും ഒരു പണിയുണ്ട്. അപ്പോൾ ഗായ്സ്, ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക ഫുട് ലൈറ്റ് സെറ്റിംഗ്. ഫുട് ലൈറ്റ് സെറ്റ് ചെയ്തു. ഇനി അടുത്ത അപ്ഡേറ്റുമായി വീണ്ടും വരുന്നതായിരിക്കും. സൈനിങ് ഓഫ് ബൈ നദ്രാൻ.